അപ്പൊ ഗൈസ് നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു? ചോറും കറിയും അടിപൊളിയാ? ഇഷ്ടപ്പെടുക മോനെ? മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. ഇതാ മർക്കസ് ഓക്കെ മെസ്, ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. മർക്കസിന്റെ അണ്ടറിലുള്ള ഓ ഖാലിദ് മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. ആ ഡാൻസറാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഡാൻസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓള് ഡാൻസ് എല്ലാം കളിച്ചിട്ട് നല്ല അടിപൊളിയാക്കും. അങ്ങോട്ട് നമുക്ക് ഈ തക്കാളിയും പച്ചമുളകെല്ലാം കട്ട് ചെയ്ത് വെക്കാം. പച്ചമുളക് നമ്മളിങ്ങനെ ഇതാ നീളത്തിൽ മുറിച്ചിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് നമ്മൾ കറിയിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. വാവ്, നമ്മളെ മസാല നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതിലൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. വാ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം റെഡി ആയിക്കും. വാ. ഹലോ ഗേസ്, ഇന്നത്തെ നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂൾ ലീവാണ്. നമ്മൾ വീട്ടിലെത്തി ഫൈസ് റോഡ് മാപ്പ്. കുട്ടികളെല്ലാം എടുപ്പ് വിളി. ഇസ്റ്റാ അസ്സലാമലൈക്കും. എന്താക്കുന്ന? എന്താണ് ചാലഞ്ച്? എടുക്കൂ. ആർക്കാന്ന് പെയിന്റിങ് കിട്ടുന്ന അയാള് പെയിന്റിങ് ചെയ്യൂ. ഓക്കെ ഓക്കെ, എന്നാൽ നിങ്ങൾ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് പാപ്പ കുക്ക് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ. ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളെ ശനിയാഴ്ച ദിവസം ഹോളിഡേ ആണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൂമിലേക്ക് വന്നിട്ട് ജയാമോനെ ഷോപ്പിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ നെയ്ച്ചോറും, ബീഫ് കറിയും നെയ്ച്ചോറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ സാധനങ്ങളിൽ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം പോയിട്ടൊന്ന് ഡ്രസ്സ് മാറ്റട്ടെ. എൻ്റെ കിച്ചണിലേക്ക് വരുന്നില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ബീഫ് ഒന്ന് വേവിക്കണം. ബീഫ് ഒന്ന് കഴുകിയിട്ട് വേവിക്കാം. വേവിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് ബീഫ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയും ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം എന്ന് വെച്ചാൽ കൂടുതൽ വേണമെന്നില്ല. ഇതൊന്ന് ജസ്റ്റ് നമ്മളെ ബീഫ് കറക്റ്റ് മുങ്ങുന്നത്തെ വിധത്തിൽ വെള്ളം എടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ എടുക്കാം, ഈ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഉള്ളി ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പാന് കത്തിക്കാം. ഓക്കെ. അപ്പോഴത്തേക്ക് നമ്മളെ ബീഫ് ഇതാ ആവുന്നുണ്ട്. വിസിൽ 3-4 വിസിൽ അടിഞ്ഞിട്ടുണ്ട്. 8-10 വിസിൽ അടിഞ്ഞാലേ നമുക്ക് നല്ല കുക്കഡായി കിട്ടും ബീഫ്. അധികം വേവിക്കേണ്ടി വരില്ല. പിന്നെ ഓക്കെ, മസാല റെഡി ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പിന്നെ വേവിച്ചാൽ നമുക്ക് ഇത് റെഡിയാവും. അപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കുന്നത് വെളിച്ചെണ്ണയില്ല. വെളിച്ചെണ്ണ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽവേന്റെ വെളിച്ചെണ്ണ. വെൽവേന്റെ വെളിച്ചെണ്ണ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ഗൈസ്, ഇപ്പോ കേരളത്തിലും കർണാടകയിലും അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദുബൈ, ഖത്തറിലൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമ്മളെ സ്വന്തം നാട്ടുകാരുടെ വെളിച്ചെണ്ണയാണ് വെൽവേ വെളിച്ചെണ്ണ. അപ്പൊ എല്ലാവരും അതൊന്ന് വാങ്ങി വെക്കുക. ഭയങ്കര ടേസ്റ്റാണ് അതിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ബീഫ് കറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെളിച്ചെണ്ണയിലാണ് കൂടുതൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽവയാണ്. ഓക്കെ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പിലാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ. കറിവേപ്പില ഒന്ന് വരണ്ടതിന് ശേഷം നമുക്ക് ഉള്ളി
നമ്മൾ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റാം. ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളി ശരിക്കും മനസ്സിലാവാൻ പാടില്ല, അത്രക്കും വെന്ത് ഈ മിക്സ് ആയിട്ട് കിട്ടണം നമുക്ക്. തക്കാളിയും പച്ച ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, എന്നിട്ടാണ് നമ്മൾ ബീഫ് ചേർക്കുന്നുള്ളൂ. ഓക്കെ, തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് ഉള്ളി ശരിക്കും പറഞ്ഞാൽ ഉള്ളി നല്ലോണം വെന്തതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഇടുക, എന്നിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളെ പല ആളുകൾ പല രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ നമ്മളൊരു രീതിയിലാണ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ കേസ് നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം, എന്നാൽ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ആയിട്ട് കിട്ടും. നമ്മളെ ബീഫ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി നല്ലോണം വേകുന്നുണ്ട്. കണ്ട, ഞങ്ങളിങ്ങനെ ജസ്റ്റ് മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉള്ളി വാടി കിട്ടും നമുക്ക്. ഇനി അടുത്ത സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇത് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗയ്സ് ഇതാ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കിങ്ങനെ മൂടിയിട്ട് വേവിക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളിയും പച്ചമുളകെല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളി. അതുപോലെ തന്നെ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊന്ന് മാറ്റി വെക്കുക. കട്ട് ചെയ്തിട്ട് നമ്മൾ വലിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ആയിട്ടുണ്ട്. ഇനി അതിലത്തേക്ക് നമുക്ക് ഈ തക്കാളി ഈ മുറിച്ചിട്ട തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം വേവട്ടെ. ആ വേകുന്ന സമയത്തേക്ക് നമുക്ക് എന്താ എടുക്കുക, പച്ചമുളകും മുറിച്ചിട്ട് അതിലൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നമ്മളിങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് നമ്മൾ കറിയിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. വലിങ്ങനെ മുറിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല, കടിച്ചു പോയിട്ട് പിന്നെ കുലുമാലായിരിക്കും എരിഞ്ഞിട്ട് അല്ലേ. നമ്മളെ ഇസ്നമോളാണ് നമ്മളെ ക്യാമറാമാൻ ഇന്നത്തെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയാന് ഷോപ്പിലുള്ള അമ്രക്കുട്ടി പെയിൻ്റ് അടിക്കുന്ന അപ്പം നമ്മളെ ഇന്നത്തെ ലൈഫ് ഡേ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലേ ഇസ്ന? യെസ് ഗൈസ്, ഈ കുക്കിംഗ് മാത്രമല്ല ഗൈസ്, ഇന്ന് നമ്മൾ ഔട്ടിംഗ് എല്ലാം പോകുന്നുണ്ട്, എല്ലാം നമുക്ക് കാണാം. ഓക്കെ, നമ്മളെ തക്കാളി ഇതെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഓക്കെ, പിന്നെ ഇറച്ചി മസാല. ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് വേവണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, എന്താ വെച്ചാൽ ഇത് കുറച്ച് ടൈറ്റായിട്ടല്ലേ ഉള്ളത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഈ മസാലകൾ വേവിച്ചെടുക്കുക. കണ്ട, ഉള്ളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് അടിഞ്ഞിട്ടുണ്ട്. തക്കാളി പച്ചമുളകിൻ്റെ ആ ഒരു ഇത് മാത്രമേ കാണുള്ളൂ, ബാക്കിയെല്ലാം എന്താ മിക്സായിട്ട് മസാല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഓക്കെ 10 മിനിറ്റ് മൂടിയിട്ട് വെക്കുക. വാവ്, നമ്മളെ മസാല നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതിലൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് വെക്കുന്നേരം കുറച്ച് അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വേവിച്ച ബീഫ് ഇതിലൊത്ത് ചേർക്കുന്നത്. എന്താ വെച്ചാൽ വെറും വെള്ളം മാത്രമല്ല, നമ്മൾ അതിലൊത്ത് ഉപ്പും
മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തും കൂടി നല്ല സൂപ്പാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൻ്റെ സൂപ്പായിട്ട് മാറി അത് സംഭവം. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ ഒരു 20 മിനിറ്റ് മിനിമം നല്ല ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. എന്നാ മോനെ നമ്മളെ ബീഫ് കറി അല്ലേ ഇഷ്ടം? യെസ്. ഇതാ നമ്മളെ ക്യാമറാമാൻ ഇസ്റ്റ ആസിയ ആൻഡ് ദ സപ്പോർട്ടർ അമ്ര ഫാത്തിമ എല്ലാരും ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറെ നമ്മൾ സ്റ്റിക്കിലാണ് എടുത്തിട്ടുള്ള ഈ വീഡിയോ അല്ലേ. ഓക്കെ, ബാക്കി കാണാം. ഇതിപ്പോ ബീഫ് ആവട്ടെ. അപ്പത്തേക്ക് നമുക്ക് ഇനി അരി കഴുകണം അല്ലേ? അരി കഴുകണം, അരി നെയ്ച്ചോറ് വെക്കണം. ബീഫ് നെയ്ച്ചോറ് പൊളിക്കും ഗൈസ്. അപ്പൊ ഗൈസ് ഇതാ നമ്മളെ കറി ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബീഫ് കറി റെഡി. അപ്പോഴത്തേക്ക് നമുക്കൊരു കാണിക്കാൻ ചെയ്യാം, ചോറിൻ്റെ പരിപാടി നോക്കാം അല്ലേ. അരി 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് നെയ്ച്ചോറിനെ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിതാ ബീഫ് കറി ആയിട്ടുണ്ട്. ഓക്കെ, മല്ലിച്ചപ്പലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതാ ചോറിന് വേണ്ടിയിട്ട് അരി ഇട്ടിട്ടുണ്ട്. ഓക്കെ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സലാഡ് കട്ട് ചെയ്യാം അല്ലേ. കുക്കുംബർ ഇഷ്ടമല്ലേ? ഓക്കെ, ഇനി ഭക്ഷണം കഴിക്കുന്ന കാണാം. മക്കളെ ഞാൻ ജയനെ കൂട്ടിയിട്ട് വരുന്നേ. ഓക്കെ, വാ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം റെഡി ആയിക്കും. വാ, ഇതാ നമ്മളെ സ്ഥാപനം ഹൈജീൻ കെയർ. ഫാൻ ഓഫ് ആക്കിയേ, ഫാൻ ഓഫ് ആക്കിയേ കരുതാ. ആ നല്ല മണമുണ്ടല്ലോ അല്ലേ ജയ? നീ പുറത്തുനിന്ന് വരുന്നേരാത് വണത്തെ സർപ്രൈസ് ആണ് മോനെ. ദേവനെ പിടിയിലിരുത്തി നമ്മളെ സർപ്രൈസ് ആക്കിയതാ. യെസ്, ബീഫ് കറിയും ജയന്റെ ഫേവറേറ്റ് സാധനം മോനെ, നെയ്ച്ചോറ്. അപ്പൊ ഗേസ് നമ്മളെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫ് കറിയും എല്ലാവർക്കും ഇതാ ഒഴിച്ചിട്ടുണ്ടല്ലേ. എന്താ വെച്ചാല് നമുക്ക് വേറെ പാത്രങ്ങളൊന്നും കഴിയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, അപ്പം ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞേ ജയ, എങ്ങനെ ഉണ്ടെന്ന് പറ. എന്താണ് ചൂടുണ്ട് ഗേസ്? ആ വെന്തിട്ടില്ലേ ചോറ്? നല്ലോണം വെന്തിന്, നല്ല ചൂടുള്ള ചോറ്. ആ നെയ്ച്ചോറും ബീഫ് കറി. ഇത് ഇതിനൊക്കെ ചോറെടുത്തിട്ട് കറിക്ക് ഓക്കെ. അപ്പൊ അതിന് ലാസ്റ്റ് നമുക്ക് കുക്കുംബറും ഉണ്ട് സലാഡായിട്ട് മുറിച്ചിട്ടിട്ട് അല്ലേ. അപ്പൊ നമ്മള് ചോറ് വെയിച്ച് ചെയ്യട്ടെ അല്ലേ. യെസ്, എന്നിട്ട് കാണാം അല്ലേ. ഓക്കെ, അപ്പൊ ഗയ്സ് നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു ചോറും കറിയും? അടിപൊളിയാ, ഇഷ്ടപ്പെടുക. ഫുള്ള് വെയിച്ചിട്ടാ അമ്മക്കുട്ടിയും ഇഷ്ടക്കുട്ടിയും അല്ലേ. നല്ലോണം ഇഷ്ടപ്പെട്ടു. അല്ല പാപ്പ ലാസ്റ്റ് വാരി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആക്കിക്കല്ല അത് അല്ലേ. അപ്പൊ ഏതാ
നമ്മളിപ്പോ ഈ ഒരു ലാസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് വീഡിയോ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോകുന്ന വീഡിയോ നമുക്ക് വേറെ വീഡിയോ എടുക്കാം. കുറെ ലെങ്തി ആയി പോയിട്ടുണ്ട് ഈ വീഡിയോ തന്നെ. ഓക്കെ, ആ അപ്പൊ ഇതാ മോനെ മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. ഇതാ മർക്കസ് ഓക്കെ മെസ്, ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. മർക്കസിന്റെ അണ്ടറിലുള്ള ഓ ഖാലിദ് മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. നമ്മളെ ഇത് മാഹിയിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മാഹി ചൊക്ലിയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയണ്ടേ, പോണ്ടിച്ചേരി സ്റ്റേറ്റിന്റെ അധീനതയിൽ വരുന്ന സ്കൂളാണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ഏത് സ്കൂളാണ് മക്കൾ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ആൻസർ കൂടിയാണിത്. എൻ്റെ മോള് വരച്ചാണി മോളെ മാഷാല്ലാ മാഷാല്ലാ. ഇതെന്ന് 2 ലവ് ബേർഡ്സാ? തത്യ ലവ് ബേർഡ്സ്. ഇവയ്ക്ക് ഭയങ്കര വരക്കല് ഭയങ്കര ക്രേസാണ്. അതേപോലെ തന്നെ ഇതാ നമ്മളെ രണ്ടാമത്തെ ആളും വരച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ട് താത്താന്റെ കൂടെ അല്ലേ. ഓക്കെ, എല്ലാരും അപ്പൊ സപ്പോർട്ട് ചെയ്യാം നമ്മളാ അല്ലേ. ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മൾ പുറത്തു പോകുന്ന വീഡിയോ എല്ലായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഏതാണ് കാണിച്ചേ? ഏതാ? മോനെ ഇത് അമ്ര ഫാത്തിമ അടിച്ചതാ. മാഷാല്ലാ. ഇനിയും നല്ലോണം ഞാൻ അടിക്കണേ. പേര് എഴുതി വെക്ക്, പേര് എഴുതി വെക്ക്. അടിച്ചതെല്ലാം ആരാ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പേര് എഴുതി വെക്കണം. അമ്ര മാഷാല്ലാ മാഷാല്ലാ. കണ്ടാ ഒക്കെ ഓളെ പേര് കംപ്ലീറ്റ് ചെയ്തതിന് ഇംഗ്ലീഷിൽ അറിയാം ഗേസ്. കണ്ടാ അമ്ര ഫാത്തിമ മാഷാല്ലാ. അപ്പൊ ഗൈസ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജയാൻ അതിന്റെ ഇടയ്ക്ക് എന്താ പറയണ്ടേ കളിക്കാൻ വേണ്ടി പോയി. ഓന്റെ സാറ്റർഡേ പ്ലേ ഡേ ആണല്ലേ. അപ്പൊ കളിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇൻഷാല്ല ചെയ്യുന്നതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാല് കോമഡി വീഡിയോസ് അടുത്ത് തന്നെ വരും. എന്താ വെച്ചാൽ ഫ്രീ ഡേയ്സുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആ ഒരു ദിവസങ്ങളിൽ അങ്ങനത്തെ വീഡിയോ വരാത്ത ദിവസങ്ങളിൽ നമ്മൾ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളായിരിക്കും. ഡാൻസർ ആണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഡാൻസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓള് ഡാൻസ് എല്ലാം കളിച്ചിട്ട് നല്ല അടിപൊളിയാക്കും. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക്